അടുത്ത എക്സ്പെരിമെൻറ്റ് ഡിവിഷൻ ഓഫ് 8 നമ്പേഴ്സാണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഡിവിഷനും. രജിസ്റ്റർ എയും ബിയും ഉപയോഗിച്ചാണ് ചെയ്യണത്, അതായത് അക്യുമുലേറ്ററും രജിസ്റ്റർ ബിയും. ഇതിൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഡിവൈഡ് ദ നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ 4300 and 4301. Store the quotient in the external memory location 4302 and remainder in 4303. Write the assembly listing. Enter the program hex code 8051 microcontroller kit and execute the program and show the result. ഇത് നമ്മൾ കെയിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത് ഇതുപോലെ തന്നെ, നേരത്തെ കഴിഞ്ഞ ലാബിൽ കണ്ട പോലെ തന്നെ ഒറിജിൻ വേണം. ഒറിജിൻ 4400H ആണ്, പക്ഷെ നമ്മൾ കെയിൽ കൊടുക്കുമ്പോൾ ഒറിജിൻ 0000 തന്നെ കൊടുക്കുക, H. പിന്നെ മൂവ് DPTR ഹാഷ് 4300 എന്ന ഹെക്സാഡെസിമൽ നമ്പർ DPTRൽ കൊടുക്കുക, അതായത് 4300 എന്നാണ് ലൊക്കേഷൻ്റെ അഡ്രസ്സിൻ്റെ പേരാണത്. അത് കഴിഞ്ഞിട്ട് മൂവെക്സ് എ കോമ അറ്റ് DPTR. അപ്പോൾ ഇതിലൊരു മെമ്മറി ലൊക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് 4300, 4301, 4302, 4303, 4304 ഇങ്ങനെ പോകും. ഇതിലിപ്പോൾ DPTR ഇവിടെ പോയിൻ്റ് ചെയ്യും. 4300 DPTRൽ വന്നിട്ടുള്ളത്, അപ്പോൾ 4000 പോയിൻ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അറ്റ് DPTR എന്നാണ് മൂവ് എക്സ് എ കോമ അറ്റ് DPTR. അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4300 സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഉണ്ടാവും, ഏതെങ്കിലും നമ്പർ കൊടുക്കുക, FE എന്നെങ്കിലും കൊടുക്കുക. ആ നമ്പർ എവിടേക്ക് പോകും? ആ നമ്പർ അക്യുമുലേറ്ററിലേക്ക് പോകും, രജിസ്റ്റർ അക്യുമുലേറ്ററിലേക്ക് പോകും. അപ്പോൾ അക്യുമുലേറ്ററാന്ന് വയ്ക്കുക, അതിലേക്ക് FE പോകും. പിന്നെ രജിസ്റ്റർ ബി ഉണ്ട്, ഒക്കെ 8-bit രജിസ്റ്റേഴ്സാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് ബി കോമ എ. അപ്പോൾ എയിലുള്ള കണ്ടൻറ്റ് ബിയിലേക്ക് പോകും. അപ്പോൾ എയിൽ FE ആയിരുന്നു, അത് ബിയിലേക്ക് FE വന്നു. ഇത് രജിസ്റ്റർ ബി, FE അതിലേക്ക് വന്നു. പിന്നെ അടുത്ത ഇൻക്രിമെൻ്റ് ചെയ്യാണ് DPTR. അപ്പോൾ പോയിൻ്റ് ചെയ്യും, എവിടെ 4301 പോയിൻ്റ് ചെയ്യാൻ പോകണം. ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ DPTR ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ 4301 പോയിൻ്റ് ചെയ്യും. DPTRലുള്ള സംഗതി ഇവിടെ ഒരു നമ്പർ കൂടി നമ്മൾ കൊടുക്കണം, 02 എന്തെങ്കിലും കൊടുക്കുക. ആ നമ്പർ അക്യുമുലേറ്ററിലേക്ക് വരും. ഇപ്പോൾ ഈ FE മാറിയിട്ട് 02 വരും, അക്യുമുലേറ്ററിൽ 02 വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അക്യുമുലേറ്ററിൽ 2 നമ്പർ വന്നു, ബിയും എയും വന്നു. ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ പോണത് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടോ, ഡിവൈഡ് AB, ഡിവൈഡഡ് A ബൈ B. അപ്പോൾ അക്യുമുലേറ്ററിൽ 02 ഡിവൈഡഡ് ബൈ FE വരും. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് വരും, 0 സംതിങ് ഡെസിമൽ നമ്പർ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാറ്റി കൊടുക്കണമായിരുന്നു. FE മുകളിലും താഴെ 02 കൊടുക്കുക. ആദ്യം 02 കൊടുക്കുക, പിന്നെ FE കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ FE ഡിവൈഡഡ് ബൈ 02 വരും. അപ്പോൾ ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടും. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് DPTR. അപ്പോൾ 4302 എയിലുള്ളത് DPTRലേക്ക് ക്വോഷ്യൻ്റാണ് ആൻസർ എന്നല്ല പറയുക, ക്വോഷ്യൻ്റ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4302 എയിലുള്ളത് ക്വോഷ്യൻ്റ് ഇവിടേക്ക് പോകും, അതിൻ്റെ ആൻസർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂവ് എ കോമ ബി എന്ന് എഴുതണം. അപ്പോൾ ബിയിലുള്ളത് പിന്നെ എയിലേക്ക് കൊണ്ടുവയ്ക്കണം. ബിയിലുള്ള ഡയറക്റ്റ് നമുക്കെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ബി നമുക്ക് ആക്സസബിൾ അല്ല, അക്യുമുലേറ്ററിൽ നിന്ന് മാത്രം നമുക്ക് പ്രോഗ്രാം വഴി ആക്സസബിൾ ഉള്ളൂ. അക്യുമുലേറ്ററിലേക്ക് മാറ്റാനും അക്യുമുലേറ്ററിൽ നിന്ന് ബിയിലേക്ക് മാറ്റാനും മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഈ മൂവ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാറ്റാമല്ലോ, മൂവ് എ കോമ ബി എന്ന് എപ്പോഴും ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻ എപ്പോഴും വരുന്നത് അതുകൊണ്ടാണ്. ബിയിലുള്ളത് എയിലേക്ക് മാറ്റി,
അതായത് ആൻസറിൻ്റെ റിമൈൻഡർ എയിലേക്ക് മാറ്റി, പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്തു. 4303 അത് ഇവിടേക്ക് സ്റ്റോർ ആവും. റിമൈൻഡർ ഇവിടെ വരും, കോഷ്യൻ്റ് ഇതിൽ വരും. പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഇത് ഇൻഫിനിറ്റി ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അതിന് പ്രോഗ്രാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ പ്രോഗ്രാം ഇത്രേ ഉള്ളൂ. ഇനി ഒന്ന് ജസ്റ്റ് നമുക്കൊരു കെയിൽ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. കെയിൽ മൈക്രോവിഷൻ ഓപ്പൺ ചെയ്യുക. കെയിൽ മൈക്രോവിഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോജക്റ്റിൽ പോവുക. ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ്, പേര് കൊടുക്കുക, ഡിവിഷൻ എന്തെങ്കിലും പേര് കൊടുക്കുക, ഡിവിഷൻ എന്തെങ്കിലും പേര് കൊടുക്കുക. മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുക. 89S52 ഓക്കെ അടിക്കുക, നോ അടിക്കുക. ടാർഗറ്റിൽ പോവുക. ടാർഗറ്റിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ഫോർ ടാർഗറ്റ് അത് ക്ലിക്ക് ചെയ്യുക. ടാർഗറ്റ് വിൻഡോയിൽ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.0592, ഔട്ട്പുട്ടിൽ ഹെക്സോ ടിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. സോഴ്സ് ഗ്രൂപ്പിൽ പോവുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഐറ്റം ഇൻ ദ സോഴ്സ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ASM ഫയൽ ഓപ്പൺ ചെയ്യുക. പേര് കൊടുക്കുക, ഡിവിഷൻ ആഡ് ചെയ്യുക. ഇനി നമ്മളിത് ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ ബിൽഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ ഡീബഗിൽ പോവുക. ഡീബഗിൽ പോയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 4x സെമിക്കോളൻ 4300 H കൊടുക്കുക. അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ വരും. അതിന് ശേഷം ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന നമ്പർ എന്ന് പറയുന്നത് 2 നമ്പർ നമ്മൾ കൊടുക്കാൻ പോണത്. അതായത് 62/7 കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 8 ആണ്. 8 കിട്ടും. റിമൈൻഡർ 6 കിട്ടും. അപ്പോൾ ഇതിൽ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 62-നെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3e ഡിവൈഡഡ് ബൈ 07h അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് 8ഉം റിമൈൻഡർ 6ഉമാണ് കിട്ടേണ്ടത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നേരത്തെ നമ്മൾ കണ്ടുവല്ലോ, പ്രോബ്ലം അനലൈസ് ചെയ്തപ്പോൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 62 അല്ലെങ്കിൽ 3 ആണ് ഡിവിഡൻറ്റ് ശരിക്കും വേണ്ടത്. ഡിവിഡൻറ്റ് 3 ആണ്, ഡിവൈസർ 07 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിവൈസർ ഇൻപുട്ട് കൊടുക്കണം. ഡിവൈസർ 4300 ഡിവൈസർ കൊടുക്കണം. ഡിവിഡൻറ്റ് 4301 കൊടുക്കണം. അപ്പോഴാണിത് കറക്റ്റാവുള്ളൂ. അപ്പോഴാണ് 3 ഡിവൈഡഡ് ബൈ 07 ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിഞ്ഞു വരും, 07 ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ അത് ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മാറ്റി നമ്മൾ എഴുതേണ്ടി വരും. ഒരു എക്സ്ട്രാ രജിസ്റ്റർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കോപ്പി ചെയ്തിട്ട് പിന്നെ അത് തിരിച്ച് ചെയ്തിട്ട് എയിലേക്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കാര്യം റെഡിയാവും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഇത് തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് കൊടുത്തു നോക്കാം. ആദ്യം 07, പിന്നെ 3e. ഇനി റീസെറ്റ് അടിക്കുക, റൺ ചെയ്യുക. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കോഷ്യൻ്റ് കിട്ടിയിട്ടുണ്ട് 08, റിമൈൻഡർ 06 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വേറെ രീതിയിൽ കൊടുത്തു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞോണം കൊടുത്തു നോക്കാം. നേരത്തെ അതായത് 3e ഡിവൈഡഡ് ബൈ 07. അപ്പോൾ തിരിഞ്ഞു വരും.
ആൻസർ കിട്ടില്ല. 3e ഡിവൈഡഡ് ബൈ 07. റീസെറ്റ് ചെയ്യുക, റൺ ചെയ്യുക. 0007 എന്ന് കിട്ടി. അത് കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 3e ഡിവൈഡഡ് ബൈ 07 8 കിട്ടി. റിമൈൻഡർ ഇതിൽ കാണിക്കില്ല കേട്ടോ, കാൽക്കുലേറ്ററിൽ കാണിക്കില്ല. ഓക്കെ, പിന്നെ അത് നോക്കണ്ട. അത് തിരിച്ചു കൊടുത്താൽ മതി. നമ്മളിത് ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഡിവൈസർ കൊടുക്കുക, പിന്നെ ഡിവിഡൻഡ് കൊടുക്കുക. അതായത് ആദ്യം 07 കൊടുക്കുക, പിന്നെ ഡിവിഡൻഡായ 3e കൊടുക്കുക. അത്രേ ഉള്ളൂ, സംഗതി കഴിഞ്ഞു. ഓക്കെ.